എലുമ്പുളശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവ ചടങ്ങുകൾ ജൂലൈ 18 ശനിയാഴ്ച സമാപിക്കും. താന്ത്രിക ചടങ്ങുകളിലും കലാപരിപാടികളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാകണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ജൂലൈ 6-നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രിമാരായ അണ്ടലാടിമന ദിവാകരൻ നമ്പൂതിരിപ്പാട്, ഉണ്ണി നമ്പൂതിരിപ്പാട്, വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും മുൻ മേശാന്തിമാരും അങ്ങനെ താന്ത്രിക ക്രിയകൾക്ക് ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക തന്നെയാണ് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഈ നവീകരണ കലശത്തോടു കൂടി ഭഗവതിയുടെ ചൈതന്യം വർദ്ധിച്ച് ഈ ദേശത്തേക്കും ഈ ലോകത്തിന് തന്നെ ഉപകാരപ്രദമാവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഇതിനോട് ആത്മാർത്ഥമായ സഹകരണവും സാന്നിധ്യവും താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശനിയാഴ്ച മുൻ ഗുരുവായൂർ മേൽശാന്തി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് മഹാഭഗവതി സേവ, ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെ സോപാന സംഗീതം എന്നിവ നടന്നു. വൈകുന്നേരം നൃത്തസന്ധ്യയും നടന്നു. ഇപ്പോൾ നമുക്ക് അറിയാം, ഈ അമ്പലത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായിട്ടുള്ള ആഘോഷ പരിപാടികളോടും 3 നേരത്തോടുള്ള അന്നദാനത്തോടു കൂടിയാണ് നടന്നു വരുന്നത്. വരുന്ന എല്ലാ ആൾക്കാരും പ്രസാദമിട്ട്, അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഗംഭീരമായ ആഘോഷ പരിപാടികൾ, സമ്പ്രദായ ഭജന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗംഗാ ശശിധരൻ്റെ ഗംഗാതരംഗമുണ്ട്. അങ്ങനെ എല്ലാ ആഘോഷ പരിപാടികളും കൂടാണ് ഈ പ്രോഗ്രാം നടന്നു വരുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിൽ വിപുലമായ ഉദ്ഘാടന സമ്മേളനവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിക്കും. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ശ്രീകോവിൽ, ചുറ്റമ്പലം, ചുറ്റുമതിൽ, കൃഷ്ണശീല പതിച്ച തിരുമുറ്റം, പ്രദക്ഷിണ വഴി എന്നിവയുടെ ഔദ്യോഗിക സമർപ്പണം, ആധ്യാത്മിക ഹാൾ എന്നിവയുടെ സമർപ്പണവും നടക്കും. ക്ഷേത്രം നൽകുന്ന അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാട് സ്മാരക പ്രഥമ ഭദ്രയനം പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ VS ശ്രീകുമാറിന് സമ്മേളനത്തിൽ വെച്ച് സമർപ്പിക്കും. ഇന്ന് കലാമണ്ഡലത്തിലെ പ്രസിദ്ധരായ നർത്തകികളെ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ, നൃത്തനൃത്യങ്ങൾ, അതുപോലെ നാളത്തെ ഗംഗാ ശശിധരൻ്റെ ഗംഗാതരംഗം, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി നാളെ നടത്തുന്ന പൊതുസമ്മേളനം, കൂടാതെ പ്രസിദ്ധരായ കലാകാരന്മാരുടെ തായമ്പക എന്നിവയെല്ലാം ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിലെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാ നാട്ടുകാരും ഈ കാര്യത്തിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറയാം. ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനങ്ങളും നിർവഹിക്കും. 7 മണിക്ക് ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന ഗംഗാതരംഗം വയലിൻ ഫ്യൂഷൻ നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് വ്യാസൻ PM നയിക്കുന്ന ആധ്യാത്മിക പ്രഭാഷണം നടക്കും. ചൊവ്വാഴ്ച വൈകുന്നേരം സർവൈശ്വര്യ പൂജയുണ്ടാകും. പ്രതിഷ്ഠാ ചടങ്ങുകൾ 10-ാം ദിവസമായ ജൂലൈ 15 ബുധനാഴ്ച നടക്കും. രാത്രി 7 മണിക്ക് മേളപ്രമാണികളായ കൽപ്പാത്തി ബാലകൃഷ്ണൻ, ശുഗപുരം ദിലീപ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. വ്യാഴാഴ്ച വൈകുന്നേരം 6:30 S മഹതി നയിക്കുന്ന സംഗീത സന്ധ്യ അരങ്ങേറും. 8:30 പോരൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പകയും നടക്കും. വെള്ളിയാഴ്ച നെടുമ്പള്ളി രാംമോഹൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും രാത്രി 7 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ കലാമണ്ഡലം ബലരാമൻ, മഞ്ചേരി ഹരിദാസ് എന്നിവർ അണിനിരക്കുന്ന ഡബിൾ തായമ്പകയും അരങ്ങേറും. ശനിയാഴ്ച സമാപന ദിനത്തിൽ രാവിലെ 7 മണിക്ക് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും 9 മണിക്ക് കോങ്ങാട് മധു, ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ തുടങ്ങിയവർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും. വൈകുന്നേരം 6:45 നടക്കുന്ന ഭക്തി നിർഭരമായ മഹാദേശ ഗുരുതിയോടുകൂടി കലശ മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉള്ള ചൈതന്യത്തിന് നമ്മൾ നവീകരിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കെടാവിളക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കെടാതെ ആ തിരിയിൽ നിന്ന് വേറൊരു തിരിയിലേക്ക് ഈ അഗ്നിയെ പകർന്ന് ഈ വിളക്ക് ആവുന്ന വിളക്കിൽ വല്ല മാലിന്യങ്ങളുണ്ടെങ്കിലോ ഇന്ധനം ആവുന്ന എണ്ണയിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അതിനെല്ലാം മാറ്റി ഈ വിളക്ക് തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഈ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള ചൈതന്യത്തിനെ അല്ലെങ്കിൽ അഗ്നിയെ വീണ്ടും അങ്ങോട്ട് പകരുക എന്നുള്ളതാണ് ഈ നവീകരണത്തിൻ്റെ
ചെറിയ രൂപം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിലുള്ള ചൈതന്യത്തിനെ നമ്മൾ ജീവകലശം എന്ന് പറഞ്ഞ് ജീവോദ്വാസന വിഗ്രഹത്തിന് മുമ്പ് പ്രതിഷ്ഠിച്ചിട്ടുള്ള ചൈതന്യത്തിനെ ഒരു കലശം പൂജിച്ച് അതിലേക്ക് ആ ചൈതന്യം ആവാഹിക്കുകയും പിന്നീട് നമ്മൾ ഈ വിഗ്രഹത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്ന് പ്രതിഷ്ഠയുടെ മുഹൂർത്തം കാലത്ത് 5:30 മുതലുള്ള മുഹൂർത്തത്തിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഈ ജീവകലശ അഭിഷേകം ചെയ്യുന്നതോടുകൂടി പ്രതിഷ്ഠാ കർമ്മങ്ങൾ കഴിയുകയും പിന്നീട് 3 ദിവസം നമ്മൾ വീണ്ടും പൗഷ്ടിക കർമ്മങ്ങൾ ചെയ്ത് അവസാനത്തെ ദിവസമായിട്ടുള്ള 18-ാം തീയതി നമ്മൾ ഈ സഹസ്രകലശം അഭിഷേകം ചെയ്യുന്നതോട് കൂടിയിട്ട് നവീകരണത്തിൻ്റെ ക്രിയകൾ പൂർണ്ണമാവും. CCN കടമ്പഴിപ്പുറം.